വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ഇടുകയാണ്. തിരക്കായി പോയതുകൊണ്ടാണ്, സ്കൂളും എക്സാംസും ഒക്കെ ആയിട്ട് തിരക്കായി പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇടയ്ക്ക് 1-2 ദിവസം കൂടെയൊക്കെ സ്കൂളിൽ പോകണമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്, ഇന്നലെ തൊട്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഇതേതാ സ്ഥലം? തലയോലപ്പറമ്പിനടുത്ത് തലയോലപ്പറമ്പ് പുറകുവശമായിട്ട് വരും പഴംപട്ടി. പഴംപെട്ടി എന്ന് പറയുന്നത് പാടമാണ്. 2 സൈഡും ഇങ്ങനെ പാടം, അതിന്റെ നടുക്കൂടെ എഴുമാന്തുരുത്ത് ആ ഭാഗമില്ലേ? എഴുമാന്തുരത്തേക്ക് മഴക്കാലത്തൊക്കെ ഇവിടെ ഫുള്ളും വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് 2 സൈഡും. ഈ റൂട്ടിൽ അങ്ങ് പോയാലും മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ പാർക്കില്ലേ, മാംഗോ മെഡോസിന്റെ ഒക്കെ അടുത്തേക്ക് പോവാം, അങ്ങോട്ട് പോവാം. അതിനൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും ഈ സ്ഥലം. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം പക്ഷെ ചൂടിന്റെ ഒക്കെ കൊണ്ടല്ലേ ഒരു ഇച്ചിരി ഒരു കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാടൊക്കെ വെറുതെ കിടക്കുവാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നാൾ ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ കയറ്റി ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ഇവിടെ ഈ പാടങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒരു വിജനമായിട്ടൊക്കെ കിടക്കുവാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന. പക്ഷെ നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാൻ മീൻസ് അങ്ങനെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അധികം ചെലവില്ലാതെ പോകാൻ ഇതേപോലെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ? അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ദൂര സ്ഥലങ്ങളിൽ ചെന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെയല്ലേ നമ്മൾ കാണുന്നേ. അപ്പൊ നമുക്ക് ചെലവ് കുറച്ച് ഒരു 4 മണി കാറ്റൊക്കെ കൊണ്ട് സണ്ണിനെയൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും വരാനും ഒക്കെ ഉള്ള ഒരു രസം അതാണ് ഈ ഒരു ഈവനിങ് വോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ സ്കൂട്ടറൊക്കെ നിർത്തി രസമാണ് ഇങ്ങനെ വർത്താനം പറയുന്നത്. അവിടെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സാരി ഒക്കെ ഉടുത്തിട്ട് കുറച്ച് പേര് മുല്ലപ്പൂ ഒക്കെ വെച്ചിരുന്ന പ്രോഗ്രാം ഇവിടെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ സൈഡിലേക്ക് പിടിച്ചേക്കാൻ അവരെ ക്യാമറയിൽ കിട്ടണ്ട. ഇങ്ങനെ കുറേ ബൈക്കുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ. കുറേ പിള്ളേർ സെറ്റ് ഇവിടെ നിൽപ്പുണ്ട്. അവിടെ എന്തോ ഷൂട്ടിങ്ങോ റീൽസോ പോലെ എന്തോ സംഭവം